എനിക്ക് മറ്റേ വിന്നേഴ്സ് മീറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫ്രഷറാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് എല്ലാവരും പറയുമ്പോൾ അതുപോലെ പറയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് വേണ്ടാന്ന് വെച്ച് അവസാനിപ്പിച്ചതായിരുന്നു. എല്ലാവരും വിന്നേഴ്സ് മീറ്റ് ഒക്കെ കണ്ടിട്ടാണ് നീതൂസിൽ ജോയിൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ വിന്നേഴ്സ് മീറ്റ് കണ്ടിട്ടല്ല, ഞാൻ മാമിൻ്റെ മോട്ടിവേഷൻ മാത്രം. പോയി നമ്മൾ ടാബ്ലറ്റ് കഴിക്കില്ല 1 വീതം 3 നേരത്തെ, അതുപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മാമിൻ്റെ മോട്ടിവേഷൻ്റെ സ്പീച്ച് മാത്രം കേട്ടിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. ഒരു 35,000 രൂപ മുടക്കി ഒരു പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ ആ എഴുതണ എക്സാമിൽ ക്രാക്ക് ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഗ്രാമർ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. സണ്ണി സാറിന്റെ റിവേഴ്സ് റൈറ്റിംഗ് റിവേഴ്സ് ഭയങ്കര വി ആർ ഡീലിംഗ് വിത്ത് ദ പേഷ്യൻസ് ലൈഫ് അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ അത് എന്തുമാത്രം ആ പേഷ്യന്റിന്റെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യും എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് സ്പീക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് സ്പീക്കിംഗ് ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്റെ ഫ്രണ്ട്സ് പഠിച്ചിടത്തൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല, ഈ സ്ട്രക്ചറിങ്. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പൊ നീതൂസിൽ അത് സ്പെഷ്യൽ ആണല്ലോ എന്ന്. സണ്ണി സാറിന്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അമ്മ അച്ഛൻ കയറി വാ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ നിങ്ങൾക്ക് വേറെ ഒരു മോട്ടിവേഷനും വേണ്ടെന്ന് പറഞ്ഞു. ഹായ്, ഇന്നത്തെ സക്സസ് ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് OETക്ക് ഓഫ്ലൈൻ ആയിട്ട് നീതൂസിൽ പഠിച്ച് വിന്നേഴ്സ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ്. ഇന്നത്തെ സക്സസ് ടോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം സാധാരണഗതിയിൽ 1-2 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇന്ന് ഓഫ്ലൈൻ OETയിൽ വിന്നേഴ്സ് ആയിട്ടുള്ള 5 സ്റ്റുഡൻസും ആയിട്ടാണ് നമ്മൾ ഇന്ന് സക്സസ് ടോക്സിൽ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം സ്നേഹ, ജോസ്ന, അമല, ടിനു ആൻഡ് മിനു. അപ്പോൾ ഇവർ 5 പേരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്താണ്ടിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുമുണ്ട് അല്ലെ. ഒരുപാട് സ്റ്റുഡൻസ് OET എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് എവിടെ പഠിക്കണം, എങ്ങനെ റിസൾട്ടിലോട്ട് എത്താം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും OET പഠിച്ച് വിന്നേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് സ്നേഹയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്നേഹ, എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയത്? അതിന് ഓഫ്ലൈനിൽ പിന്നെ OET പഠിക്കണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ നീതൂസിൽ പഠിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഓഗസ്റ്റിൽ ഇത് ഓഫ്ലൈൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞേ. അപ്പം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു തവണ ഓൺലൈനിൽ എഴുതി, അപ്പൊ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ റിസൈൻ വെച്ചിട്ട് ഓഫ്ലൈനിൽ ട്രൈ ചെയ്യാൻ ഓർത്തു. അപ്പോഴാണ് നീതൂസ് ഓഗസ്റ്റ് 5 തൊട്ട് ആലുവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ വിളിച്ചപ്പം അടുത്ത ബാച്ചിലോട്ട്, അങ്ങനെ സെപ്റ്റംബർ 2 തൊട്ട് അടുത്ത ബാച്ചിലോട്ട് അവര് അഡ്മിഷൻ എടുത്ത് തന്ന് അങ്ങനെയാണ് ഞാൻ നീതൂസിൽ വരുന്നത്. അപ്പം ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം അല്ലെ. അപ്പൊ ഓഫ്ലൈൻ എന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് നീതൂസ് കണ്ടു. അപ്പോഴാണ് നമ്മുടെ ഓഫ്ലൈൻ്റെ അനൗൺസ്മെന്റ് വീഡിയോ കാണുന്നത്. അങ്ങനെ നീതൂസിലോട്ട് എത്തി. നമുക്ക് ജോസ്നയിലോട്ട് വരാം. ജോസ്ന, എങ്ങനെയാണ് നീതൂസിനെ പറ്റി അറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീതൂസിൽ എത്തിയത്? എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആദ്യം തന്നെ OETനെ പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് വിന്നേഴ്സ് മീറ്റിൽ കൂടെ ആണെങ്കിലും നീതൂസ് മാത്രമാണ് വന്നത്. നീതൂസ് തന്നെ ചേരണം എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഓഫ്ലൈൻ തുടങ്ങിയപാടെ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ചേരുകയാണ് ചെയ്തത്. എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുകയും ചെയ്യും. അടിപൊളി. അപ്പം ഓഫ്ലൈൻ ഇപ്പം എന്താ പറയണ്ടേ, സ്നേഹ പറഞ്ഞതുപോലെ തന്നെ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്തത്. അപ്പം നീതൂസ് എന്നൊരു ഓപ്ഷൻ വന്നു. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇപ്പം ക്രാക്ക് ചെയ്തേക്കുവാണ്. വെരി ഗുഡ്. നമുക്ക് അമലയിലോട്ട് വരാം. അമല, എനിക്ക് പറയാനുള്ളത് അമല ഒരു ഫ്രഷർ ആണ്. അപ്പം ഒരുപാട് ആളുകൾ, അതായത് ഇപ്പോൾ 4th ഇയർ ജസ്റ്റ് ഒന്ന് പഠിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ ഒരുപാട് ആളുകൾ ഓടിപ്പോയി ജോലിക്ക് കയറും അല്ലെ. അതാണ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അമലയുടെ കേസിൽ അമല ആദ്യം തന്നെ മൈൻഡിൽ ഉറപ്പിച്ചിരുന്നത് അല്ലെ, OET കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജോലിയിലോട്ട് പോകാൻ ഓപ്ഷൻ ആയിരുന്നു. അപ്പം എനിക്ക് ഒന്ന് കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ട് നമുക്ക് അമലയിൽ നിന്ന് തന്നെ കേൾക്കാം. പറയാം. ഞാൻ എൻ്റെ 4th ഇയറിന്റെ എക്സാമിന്റെ സ്റ്റഡി ലീവിന്റെ സമയത്ത് മാമിന്റെ ഒരു വീഡിയോ ബിഹൈൻഡ് വുഡ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷോർട്സ് കണ്ടു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഓഫ്ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഓൺലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നെ എന്തായാലും ഓൺലൈനിൽ പഠിപ്പിക്കത്തില്ല. അപ്പോ പിന്നെ കുറെ വെയിറ്റ് ചെയ്തു. ജൂണിലാണ് റിസൾട്ട് വന്നത്. ജൂണിൽ വന്നു. പിന്നെ ജൂലൈ ഒരു മാസം വരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവരെല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു വരുന്നുണ്ടോ എന്ന്. അപ്പം പറയുന്നുണ്ടായിരുന്നു നീതൂസിലെ പഠിക്കുന്നുള്ളെന്ന്. അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെയും താമസിച്ചുകൊണ്ടിരുന്നപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമില് ഓഫ്ലൈൻ തുടങ്ങുന്നുണ്ടെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ബാക്കപ്പ് ചെയ്തിട്ട് നീതൂസിൽ ചേർന്നു. അപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്ത് നീതൂസിൽ എത്തിയതാണ് ഓഫ്ലൈൻ വന്നപ്പോ അല്ലെ. ഇന്നൊരു വിന്നർ ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ടിനുവിലോട്ട് വരാം. ടിനു പറഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്.
ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, ഞാൻ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യായിരുന്നു. 5 year ലീവ് എടുത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. Okay. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് OET നോക്കിയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ സെർച്ച് ചെയ്തു. അപ്പൊ നല്ല റിസൾട്ട് നോക്കി, ഇപ്പം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളത് നോക്കിയപ്പോ നീതൂസ് അക്കാദമി കണ്ടു. ഓക്കെ. അപ്പൊ എന്റെ കസിൻ പറഞ്ഞു നീതൂസ് അക്കാദമി ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് August 5th. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചപ്പോ അവര് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1 month വെയിറ്റ് ചെയ്ത് ഞാൻ ജൂൺ ലാസ്റ്റ് ആണ് വിളിച്ചത്. Okay. അവര് പറഞ്ഞു August 5th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. മനസ്സിലായി. അങ്ങനെ 1 month വെയിറ്റ് ചെയ്തു, ഇവിടെ വന്നു. എനിക്ക് നല്ല വിജയം കൈവരിക്കാൻ പറ്റി. വളരെ സന്തോഷം. അടിപൊളി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. First attempt. ഓക്കെ. അപ്പം ചിനു ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അമല ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ജോസ്ന ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, സ്നേഹ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് തിരിച്ച് മിനുവിലോട്ട് വരാം അല്ലെ? യെസ് മിനു, പറഞ്ഞേ. ഞാൻ ഇതിനു മുമ്പ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. യെസ്, എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് പഠിച്ചതല്ല, ഹസ്ബൻഡിന്റെ ഇതും കൊണ്ട് പഠിച്ചതായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ എക്സാം എഴുതിയത് 2023 November 5th. ഓക്കെ, ലാസ്റ്റ് ഇയർ. അപ്പൊ അന്ന് എക്സാം എഴുതിയിട്ട് ഇനി എഴുതുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് ഒന്നുകൂടെ എഴുതി നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് നീതൂസ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് ഓൺലൈൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഓഫ്ലൈനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അനീഷ് സാറിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്തതാണ്. ഓക്കെ, അപ്പം ഓഫ്ലൈന് വേണ്ടി അഗൈൻ അല്ലെ, ഇവരെല്ലാവരും പറഞ്ഞു ഓഫ്ലൈന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു വന്നത്. അപ്പം ഇപ്പം നമ്മളൊരു ഓഫ്ലൈനിൽ വന്ന് പഠിച്ച വിന്നേഴ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവരോടൊപ്പം ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് നമുക്ക് പോവാം അല്ലെ. ഇപ്പൊ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു ജോസ്ന? എന്നെ സംബന്ധിച്ചിടത്തോളം റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു വെരി ടഫ്. റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ. എങ്ങനെയുണ്ടായിരുന്നു? നീതൂസിലെ എത്ര മന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോസ്ന എടുത്തത്? ഞാൻ 2 month പിന്നെ 1 month എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് 2 months വന്നതിന് ശേഷം 1 month എക്സ്റ്റെൻഡ് ചെയ്തത്. 3 months ട്രെയിനിങ് പ്രോഗ്രാം ആണ് അറ്റൻഡ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ പറഞ്ഞു റീഡിങ് ആൻഡ് ലിസണിങ് ആണ് ഏറ്റവും ടഫ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു റീഡിങ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിനെ പറ്റി പറയാമോ? ആദ്യം വന്നപ്പോൾ ഭയങ്കര ടഫായിരുന്നു, ഒന്നും കിട്ടുന്നില്ല. കാരണം എനിക്ക് റീഡിങ് അങ്ങനെ ഹാബിറ്റ് ഉള്ള ഒരാളല്ലായിരുന്നു. ഞാനപ്പം എൻ്റെ ചുറ്റും അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരുടെ മാർക്ക് നോക്കുമായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് വിഷമമാകുമായിരുന്നു. പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ വന്ദനമാമ പിന്നെ വളരെയേറെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുത്തെ മിസ്സുമാരെല്ലാവരാണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും എല്ലാം വളരെയേറെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവായിട്ടൊന്നും അല്ല കിട്ടിയത്. അങ്ങനെയല്ല, നന്നായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ മെറ്റീരിയൽസ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്തത് കൊണ്ടും അതിലേക്ക് കൊടുത്തൊരു ഇൻപുട്ടുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എഫർട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കും തന്നെയാണ് റിസൾട്ട്, അതിലൊരു സംശയമില്ല. യെസ്, സ്നേഹയ്ക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? റീഡിംഗ് ലിസണിംഗ് ആയിരുന്നു. റീഡിംഗും ലിസണിംഗും ആയിരുന്നു. ഓക്കെ, എന്താണ് നീതൂസിലെ ലിസണിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിന്റെ പ്രത്യേകത എന്താ? ലിസണിംഗ് ഞാൻ ആദ്യമേ ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ പകുതിയും എനിക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ലായിരുന്നു ആദ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓൺലൈനിൽ നിന്നാൽ എനിക്ക് കിട്ടൂലെന്ന് മനസ്സിലപ്പോൾ ഞാൻ വിചാരിച്ചു റിസൈൻ വെച്ചിട്ട് ഓഫ്ലൈനിലാണ് അപ്പൊ നീതൂസിൽ വന്നത്. അപ്പൊ ഓൺലൈനിൽ വേറെ അക്കാഡമിയിലാണ് പഠിച്ചത്? അതെ, വേറെ അക്കാഡമിയിലാണ്. അത് ചൂസ് ചെയ്തില്ല. അപ്പം നീതൂസിന്റെ ഇങ്ങനെ ഇത് കണ്ടപ്പം നീതൂസിൽ തന്നെ വരാമെന്ന് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. നീതൂസ് അവര് ആദ്യമേ ഓൺലൈനിൽ ചേരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവള് പറഞ്ഞത് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, അപ്പൊ നീ എന്തായാലും റിസൈൻ ചെയ്തില്ലേ, അപ്പൊ ഓഫ്ലൈനിൽ തന്നെ പോയി പഠിക്കുക, അപ്പൊ കുറച്ചും കൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ലിസണിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ അതിന്റെ ബി പാർട്ടും സി പാർട്ടൊക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് അത് ഓരോ ക്വസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതും, സി പാർട്ടിലൊക്കെ പ്രസന്റേഷൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റിനിൽ നിന്ന് അടുത്ത ക്വസ്റ്റിനോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതെല്ലാം ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. അതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു. ഓക്കെ, ഇപ്പം റീഡിംഗ് ആണെങ്കിലും ലിസണിംഗ് ആണെങ്കിലും പറഞ്ഞു. അപ്പം മെറ്റീരിയൽസിന് അപ്പുറം ഇപ്പൊ ലിസണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിരുന്നോ അമല? ചെയ്തിരുന്നു. പാട്ട് ഒരു ദിവസം 4 ചെയ്യുമായിരുന്നു. അതും സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര സ്കോർ ലോ ആയിരുന്നു, 8 കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ 20 അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങി. ഒരു ദിവസം എന്താണെങ്കിലും മാക്സിമം 4 ചെയ്യാൻ ശ്രമിക്കും. യെസ്, മെറ്റീരിയൽസ് നല്ല രീതിയിൽ അല്ലെ. മെറ്റീരിയൽസിന്റെ നമ്പർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത്. യെസ്, അമല സ്പീക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് 4 മൊഡ്യൂളും ഭയങ്കര ടഫ്. ആദ്യം വന്നപ്പോൾ ഭയങ്കര ടഫായിരുന്നു. കാരണം എനിക്ക് മറ്റേ വിന്നേഴ്സ് മീറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫ്രഷറാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് എല്ലാവരും പറയുമ്പോൾ അതുപോലെ പറയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് സ്പീക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ്
സ്പീക്കിംഗ് ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം കുറെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സ് പഠിച്ചുകൊടുത്തൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ട്രക്ചറിങ് ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും നീതുസിൽ അത് സ്പെഷ്യൽ ആണല്ലോ എന്ന്. അങ്ങനെ സ്ട്രക്ചറിങ് ഒന്നും ഇതുവരെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്ട്രക്ചറിങ് ഒരു ഭയങ്കര ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, സ്പീക്കിങ്ങിന് സ്കോർ എത്രയാ? സ്പീക്കിങ്ങിന് 360 ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ടിനു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൽ ബി സ്കോർ മേടിച്ചത്? എനിക്ക് ആ മൊഡ്യൂൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൊഡ്യൂളാണ്. സ്റ്റാർട്ടിങ് മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ ഗ്രാമർ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. അത് സണ്ണി സാറിനെ ഭയങ്കരമായിട്ട് പറയുന്നു. സാറിന്റെ റൈറ്റിംഗ് റിവേഴ്സ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ നമ്മൾ അതിൽ ഏതൊക്കെ ടെൻസ് കൊണ്ടുവരണം, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പിന്നെ നീതു മാഡം റൈറ്റിംഗ് ഡീൽ ആയിരുന്നല്ലോ. അപ്പം മാഡം ആണെങ്കിൽ ഇൻട്രഡക്ഷൻ എങ്ങനെയാണ്, റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. മാഡത്തിന്റെ ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കാരണം എന്താ വെച്ചാല് അത് എനിക്ക് തോന്നുന്നു റൈറ്റിംഗ് എനിക്ക് മാർക്ക് കിട്ടാൻ കാരണം മാഡത്തിന്റെ ഒരു ആ പർപ്പസ് അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കാം. പിന്നെ ഗ്രാമർ നല്ലപോലെ നോക്കിയിരുന്നു. പിന്നെ ഓരോ ടീച്ചേഴ്സ് ആണെങ്കിലും ഓരോ ദിവസം നമ്മൾ റൈറ്റിംഗ് ചെയ്ത് കറക്ഷൻ തരുമ്പോൾ അവര് നല്ലപോലെ മോട്ടിവേഷൻ തരുമായിരുന്നു, നല്ലപോലെ എഴുതുന്നുണ്ട്. അങ്ങനെപ്പോ പിന്നെ ഓരോ ദിവസം കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ റൈറ്റിംഗ് എനിക്ക് നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ യെസ്, അപ്പോൾ നമുക്ക് മിനുവിനോട്ട് വരാം. അപ്പം മിനു പറഞ്ഞു, ഞാൻ OET പഠിക്കാൻ പോയത് എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വന്നത്, ഞാൻ എനിക്ക് വേണ്ടി പഠിച്ചതല്ല. ഇതാണ് മിനു ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു സെന്റൻസ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി അറിയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും കേൾക്കുന്ന ആളുകൾക്ക്. ഒന്ന് പറയാമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ഇത്രയും പ്രാവശ്യം OET എഴുതി അല്ലെ, ഇത്രയും പ്രാവശ്യം എഴുതിയെന്ന് പറഞ്ഞു, നീതൂസിലെത്തി. അപ്പം എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് ഇപ്പൊ എഴുതുന്നത്? ഇപ്പൊ ഈ ഒരു 7th അറ്റംപ്റ്റ് ആണ് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു മിനു നീതൂസിനോടൊപ്പം ഒരു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഒരു വിന്നർ ആയിട്ടിരിക്കുമ്പോ ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആർക്കും അറിയത്തില്ല ഞാൻ 7th അറ്റംപ്റ്റ് ആണെന്ന് അറിയത്തില്ല. ഈവൻ തിൻചേച്ചിക്ക് പോലും 3rd ആണെന്ന് അറിയത്തുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മീൻസ് നാണം കൊണ്ടായിരിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് വേണ്ടാന്ന് വെച്ച് അവസാനിപ്പിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് നീതൂസിന്റെ ഓഫ്ലൈൻ വന്നപ്പോഴാണ് പിന്നെ ഞാൻ എല്ലാവരും വിന്നേഴ്സ് മീറ്റ് ഒക്കെ കണ്ടിട്ടാണ് നീതൂസിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിന്നേഴ്സ് മീറ്റ് കണ്ടിട്ടല്ല, ഞാൻ മാമിന്റെ മോട്ടിവേഷൻ മാത്രം. ഇപ്പോൾ ഈ നമ്മൾ ടാബ്ലറ്റ് കഴിക്കില്ല 1 വീതം 3 നേരത്ത്, അതുപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മാമിന്റെ മോട്ടിവേഷൻ്റെ ആ സ്പീച്ച് മാത്രം കേട്ടിട്ട് ജോയിൻ ചെയ്ത ഒരാളത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസം സ്കോർ കുറയുവാണെങ്കിൽ പോലും നാളെ കുറച്ചുകൂടെ കിട്ടും, അങ്ങനെ ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ബേസ് ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെയിം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഞാൻ ഇത്രയും പ്രാവശ്യം എഴുതിയത്. മീൻസ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് എമൗണ്ട് കുറവ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം പഠിക്കുന്നതിന് മാത്രമേ എനിക്ക് ഫീ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീ നോക്കുമ്പോൾ ഇപ്പുറത്ത് 35,000 പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊരു വലിയ പോയിന്റ് ആണ് ഇപ്പം മിനു പറഞ്ഞത്. പലപ്പോഴും പല സ്റ്റുഡൻസിൻ്റെയും ഒരു മെയിൻ കൺസേൺ ആണ് നമ്മളെപ്പോഴും നമ്മളൊരു ഫീസ് പേ ചെയ്യുന്നതിലുള്ളതിലപ്പുറം ഒരു 35,000 രൂപ മുടക്കി ഒരു പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ ആ എഴുതണ എക്സാമിൽ ക്രാക്ക് ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതെപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഏറ്റവും നല്ല ഒരു അഡ്വൈസും കൂടെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. പറഞ്ഞോളൂ മിനു. അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാരേജിന് മുമ്പായാലും പുറത്ത് പോകണം അല്ലെങ്കിൽ പുറത്തുള്ള ആളെ വിവാഹം കഴിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അതുകൊണ്ടാന്ന് തോന്നുന്നു പുറത്തുള്ള ആളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് 10 വർഷം പുറത്തായിരുന്ന പുള്ളി കല്യാണം കഴിഞ്ഞ് 5 മാസം ആയപ്പോഴത്തേനും റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു, പിന്നെ പുറത്ത് പോയില്ല. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയാൽ മതി എന്നുള്ളതിലാണ് OET-യിലേക്ക് വന്നത്. പക്ഷെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കുറച്ച് പ്രാവശ്യം ഫെയിൽ ആവുമ്പോൾ ആള് നിർത്തിക്കോളും, പിന്നെ പറയത്തില്ല. എനിക്ക് നാട്ടിൽ ജോലി ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്താണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ജയിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഫാമിലിയിൽ നിന്നായാലും കുറെ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞപ്പോൾ എന്തിനു പറ്റാത്ത പണിക്ക് പോകുന്നത്, നിനക്ക് വേറെ വല്ല ജോലിക്കും വിട്ടുകൂടെ, അങ്ങനെയൊക്കെ ഡയറക്റ്റ്ലി ചോദിക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഒരു വാശിയിൽ നിന്നാണ് നീതൂസിലോട്ട് എത്തിയത്. നമ്മളിപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചെയ്ത് ബാക്കിയുള്ളവർ ഇങ്ങനെ അല്ലേ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് പറ്റുന്ന പണിക്ക് പോയാൽ പറ്റുന്നത് എത്ര പ്രാവശ്യം എഴുതുന്നത് അല്ലേ, പൈസ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ശരിയാണോ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലേ എന്നൊരു ചോദ്യം അല്ലേ?
പറ്റും എന്നതിൻ്റെ അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളായി ഇപ്പം മിനു തന്നെ പറഞ്ഞു, ഞാൻ 7ാമത്തെ പ്രാവശ്യമാണ് എഴുതുന്നത് അല്ലെ. എന്തൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം മിനു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് എല്ലാവർക്കും അറിയാനുണ്ട് അല്ലെ ആ ഒരു സംസാരത്തിന്റെ വൈബും. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ഹസ്ബൻഡ് ഫോർമാൻ ആയിരുന്നു, ഇപ്പൊ നാട്ടിൽ സ്വന്തമായിട്ട് വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. സോ നമ്മൾ വീണ്ടും സ്നേഹയിലോട്ട് തിരിച്ചു വരുവാണ്. സ്നേഹയുടെ ഏറ്റവും ടഫായിട്ടുള്ള മോഡുള്ള റീഡിങ്ങിന്റെയും ലിസണിങ്ങിന്റെയും കാര്യം പറഞ്ഞു. ഈ OETയുടെ 4 മൊഡ്യൂളുകളിലും ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഗ്രാമറിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അതെ, ഗ്രാമർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് റൈറ്റിങ്ങിൽ എഴുതുമ്പം സണ്ണി സാറിന്റെ ക്ലാസ് വളരെയധികം ഉപകാരം ചെയ്തു. കാരണം ചില സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മൾ എഴുതിക്കുന്നത് ശരിയായിരിക്കുന്നു, പക്ഷെ വേറൊരു രീതിയിൽ സാർ ഒന്ന് പറഞ്ഞു തന്നൊരു ബേബിയുടെയും മദറിന്റെയും വെച്ച് തന്നപ്പം ഒരു സെന്റൻസ് ഞാൻ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ് തെറ്റാ. അതായത് ബേബി ചെയ്യുന്നത് പോലെ ഞാൻ എഴുതി വെച്ചു എന്തായാലും അങ്ങനെ. അപ്പം എനിക്ക് മനസ്സിലായി അതിലൊരു ഗ്രാമറിന്റെ ഇമ്പോർട്ടൻറ്റ് വളരെയധികമാണ്. പലപ്പോഴും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൃത്യമായിട്ട് അറിയാതെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ അറിയുന്നില്ല നമുക്ക് എന്തുമാത്രം മിസ്റ്റേക്കുകളാണ് നമ്മൾ എഴുതുന്ന ലെറ്ററിൽ വരുന്നത്. ഇപ്പം OETയുടെ റൈറ്റിങ്ങിന്റെ കേസിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, വി ആർ ഡീലിംഗ് വിത്ത് ദ പേഷ്യൻസ് ലൈഫ് അല്ലെ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ അത് എന്തുമാത്രം ആ പേഷ്യന്റിന്റെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര സ്ക്രൂട്ടനൈസ് ചെയ്ത് ഈ ഗ്രാമർ പാട്ടുകൾ അവർ ഫോക്കസ് ചെയ്ത് പോകുന്നതും അല്ലെ. തീർച്ചയായിട്ടും. അപ്പോൾ ജോസ്ന, വീണ്ടും ജോസ്നയിലോട്ട് വരുവാണ്. ജോസ്ന പറഞ്ഞു റീഡിങ് ലിസണിങ് ടഫായിരുന്നു. സ്പീക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്? സ്പീക്കിംഗ് ആദ്യം തന്നെ എനിക്ക് എല്ലാം തന്നെ ടഫായിരുന്നു. പിന്നെ സ്പീക്കിംഗ് ഒരാളുടെ മുമ്പിൽ പോയി നിന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അത് ഇവിടുത്തെ മിസ്സുമാരാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞാൻ സ്പീക്കിംഗ് ഹബിൽ റിച്ച മാമിൻ്റെ ക്ലാസ് കേൾക്കുമായിരുന്നു. ഞാനൊരു നോട്ട്ബുക്കുമായിട്ട് എപ്പോഴും എഴുതി ഓരോ വേർഡ്സ് പഠിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങളത് പറഞ്ഞ് പഠിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഡൗൺ ആകുമ്പോൾ ഞാൻ സണ്ണി സാറൊക്കെ പറയുമായിരുന്നു, കോൺസ്റ്റന്റ് ഹാർഡ് വർക്ക് നെവർ കം ബാക്ക് വിത്ത് എൻ എംപ്റ്റി ഹാൻഡ്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ട് അതങ്ങനെ വളരെയേറെ ഒരു വിഷയത്തിന് ഇപ്പൊ മാർക്ക് കുറവാണെങ്കിൽ അതൊരു 5 വട്ടമൊക്കെ ചെയ്തിട്ട് ഞാൻ കിടക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹാർഡ് വർക്കിന്റെയും കൂടെ ഫലം ബാധിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്കൊന്നും നമ്മൾ ഓഫ്ലൈനിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു ഫുൾ ഡേ അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകും അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മളെ ഇത് ചെയ്യുക. അപ്പം ഇപ്പം അമലയുടെ കേസിലാണെങ്കിൽ അമല അതെനിക്ക് തോന്നുന്നു അമല തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. അമല വിന്നേഴ്സ് മീറ്റിൽ വരണം എന്നൊരു ഫോക്കസിൽ പഠിച്ച, അല്ലെങ്കിൽ അല്ലെ സ്വന്തം ഫോട്ടോ സെലക്ട് ചെയ്തല്ലേ റിസൾട്ടിന്റെ പബ്ലിഷ് ചെയ്യാനുള്ള പോസ്റ്ററിൽ കൊടുക്കാനുള്ള ഫോട്ടോ സ്വന്തം സെലക്ട് ചെയ്ത് ട്രെയിനേഴ്സിനോട് പറഞ്ഞ ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു നാളിലുള്ള ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അമലയിൽ നിന്ന് കേൾക്കുന്നത് തന്നെയായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു നീതിസിനോടൊപ്പം ഒരു ജേണി? എങ്ങനെയാണ് ഇത്രയും ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി ഒരു വിന്നർ, ഒരു എന്താ പറയുക, ഒരു OET വിന്നർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയത്? നല്ല ജേണിയായിരുന്നു നീതുസ് എന്ന് പറയുമ്പോൾ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് വാശിയായിരുന്നു. വിന്നേഴ്സ് മീറ്റ് ഞാൻ ഒത്തിരി കാണുമായിരുന്നു. അപ്പൊ എല്ലാവരും തന്നെ ഇങ്ങനെ പറയുക ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫ്രഷർ ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തോന്നുമായിരുന്നു എനിക്കിത് പറ്റുമോ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ വാശിയായി, മേടിക്കണം. ഞാൻ പിന്നെ മാം പറയുന്നത് പോലെ മറ്റേ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ഇത് മറ്റേ നമുക്ക് ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത്, അങ്ങനെ അതെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ മറ്റേ മാം പറഞ്ഞ പോലെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ മാംസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോ ഇട്ടില്ലെങ്കിൽ ഞാൻ വിഷയമാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നമ്മൾ ഓൾറെഡി ആ റിസൾട്ട് വരുന്ന ആ മൊമെന്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഭയങ്കര പ്രസന്റ് ആയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഓക്കെ, അടിപൊളി. അപ്പം ഇത് കണ്ടില്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് മടിച്ചു നിൽക്കുന്ന അല്ലെ, വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനാണ്. ഇതിനേക്കാളും വലിയൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അല്ലെ? നമ്മുടെ ഏത് പിക്ചറാണ് പോസ്റ്ററിൽ അടിക്കേണ്ടത്, ഞാൻ വിന്നറായിട്ട് വന്ന് എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു വിന്നർ ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് കാര്യമായിരിക്കും ഷെയർ ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അല്ലെ. യെസ്, വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ആവശ്യമുള്ള കാര്യം നേടിയെടുത്തൊരു വ്യക്തിയാണ്. ഒരുപാട് സന്തോഷം. യെസ് ടിനു പറഞ്ഞിട്ടിനു, നമ്മുടെ നീതുസിനോടൊപ്പം ഉള്ള ഒരു ജേണിയിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും മുങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഒരു പേടിയായിരുന്നു. മനസ്സിലായി. പിന്നെ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം സ്പീക്കിംഗ്, കാരണം ഞാൻ റിച്ച മാഡത്തിന്റെ സ്പീക്കിംഗ് ക്ലബ് എന്നും കേൾക്കും. എന്നിട്ട് ഞാൻ അതെല്ലാം എഴുതി, ഇപ്പോൾ 2 ബുക്ക് ഉണ്ട്, അത് 10 എഴുതി വെച്ചിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്പീക്കിങ്ങിന് 400 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്പീക്കിങ്ങിന് 400 ആണ്. വെരി ഗുഡ്. അതെനിക്ക് തീരെ മാർക്ക് കുറവായിരുന്നു, പേടിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നല്ല
കോൺഫിഡൻസ് വന്നു. Okay. പിന്നെ ഇവിടുത്തെ എക്കോയിങ്, പിന്നെ ബാക്ക് ചാനലിങ്, അതൊക്കെ ഒരു ഭയങ്കര എനിക്ക് തോന്നുന്നു നല്ലൊരു മെത്തേഡ് തന്നെയാണ്. പിന്നെ എല്ലാ മൊഡ്യൂളും റീഡിംഗ് ആണെങ്കിലും, റീഡിംഗ് എനിക്ക് ടഫായിരുന്നു. അപ്പൊ ഞാൻ വന്ദന മാഡത്തിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്തു. മാഡം ബി പാർട്ടും സി പാർട്ടൊക്കെ എങ്ങനെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാർക്ക് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു 4 എ പാർട്ട് വെച്ചിട്ട് 10 മിനിറ്റ്സ് വെച്ച് ചെയ്യുമായിരുന്നു. മാഡം പറയുക അങ്ങനെ ചെയ്യണമെന്ന് പറയായിരുന്നു. പിന്നെ എല്ലാ ദിവസവും തന്നെ റീഡിങ്, ആദ്യമൊക്കെ ബുക്സ് വായിക്കുമായിരുന്നു. പിന്നെ എമി മാഡമൊക്കെ വന്ന് എപ്പോഴും ചോദിക്കും എന്താ വായിച്ചത്. അപ്പൊ ഇങ്ങനെ ജേർണൽസ് എല്ലാ ദിവസം ഒരു 15 മിനിറ്റ്സ് വെച്ച് വായിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് റീഡിങ്ങിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, അടിപൊളി. അപ്പൊ നീതൂസിനോടൊപ്പം ഉള്ള ഒരു ജേർണിയുടെ അല്ലെ 4 മൊഡ്യൂളിനെ പറ്റിയും ഇപ്പൊ ചിന്നു പറഞ്ഞു അല്ലെ. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ മിനുവിലോട്ട് തിരിച്ചു വരുക. യെസ് മെനു, എനിക്ക് നമ്മൾ ഒരുപാട് തവണ പേഴ്സണലി സംസാരിച്ചു. ഇപ്പം ചിനു ആണെങ്കിലും അല്ലെ ആദ്യമൊക്കെ വന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് പറ്റുമെന്നൊക്കെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മിനുവിൻ്റെ കേസിലാണെങ്കിലും മിനു ആണെങ്കിലും വളരെ പേഴ്സണലി വന്ന് സംസാരിക്കാറുണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം മിനു എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ലൈഫിനെ നോക്കി കാണുന്നത്? ഇപ്പം OET ക്ലിയർ ആയി അല്ലെ? യെസ്. ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞിട്ട് വന്നു, ഇപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വിന്നറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ഇന്നിപ്പോൾ ഇവിടെ നീതൂസിലോട്ട് എത്തിയത് ഹസ്ബൻഡിനൊപ്പമാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനി എന്താ പ്ലാൻ ചെയ്യുന്നത്? ഏത് കൺട്രിയാണ് പ്രിഫർ ചെയ്യുന്നത്? എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇത് ഈ OET പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് UK ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ UK പ്രോസസ്സിങ്ങിന് ഇതൊക്കെ ഡിലേ ആവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും വിട്ടിട്ട് പോകാനുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ കാനഡയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാനഡയാണ്. അപ്പോൾ കാനഡയുടെ ബാക്കി കാര്യങ്ങൾ, ഒരുപാട് പ്രോസസ്സിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു ഇന്നിപ്പോൾ നിങ്ങൾ വിന്നേഴ്സായിട്ട് നിങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ എത്തിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സക്സസ് ടോക്സിലോട്ട് നമ്മൾ എത്തിയത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി നിങ്ങൾക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ OET ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ള ജോസ്ന? ആദ്യം ജയിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം പിന്നെ വന്നോളും. പിന്നെ എടുക്കുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക. എൻ്റെ ഒരു ആദ്യത്തെ ചോയ്സ് ആയിരുന്നു നീതൂസ് അക്കാദമി. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചോയ്സ് ചെയ്തെടുക്കുക. പിന്നെ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ പ്രാർത്ഥിക്കുക. എക്സാക്ട്ലി അല്ലേ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. അതാണ് ഇപ്പം ജോസ്ന പറഞ്ഞത്. യെസ് സ്നേഹ, എന്താ പറയാനുള്ളത്? സണ്ണി സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കത് ഒത്തിരി ഉപകാരം ചെയ്ത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അച്ഛൻ കയറി വാ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ നിങ്ങൾക്ക് വേറെ ഒരു മോട്ടിവേഷനും വേണ്ടെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് അത് കൊടുക്കണം എന്നുള്ളത്. അതാണ് എന്നെ ഇന്ന് ഇവിടെ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യിച്ചത്. പിന്നെ അതേപോലെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നല്ല മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ടഫ് മെറ്റീരിയൽസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. ഈ CC ചെയ്യുമ്പം നമുക്ക് അന്ന് ടഫാണെങ്കിലും അതെങ്ങനെയാണ് അത് ഓരോന്നും ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം അതേപോലെ വളരെ ടഫ്. കാരണം ആദ്യമേ ചെയ്യുമ്പോൾ സ്കോർ ഒട്ടും കിട്ടത്തില്ലായിരുന്നു. അപ്പം ഇനി എങ്ങനെയാണ് കിട്ടുമോ പക്ഷെ പിന്നെ സ്ട്രാറ്റജിയും ക്രൈറ്റീരിയസ് എല്ലാം ഫോളോ ചെയ്തപ്പം സ്കോർ കയറി തുടങ്ങി. അതുകൊണ്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു എക്സാം എഴുതാൻ പോകാനായിട്ട്. ഓക്കെ. യെസ് മെനു, നമ്മൾ ഇപ്പോൾ ബാക്കി എനിക്കൊന്ന് എല്ലാ മൊഡ്യൂളുകളെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മുടെ ട്രെയിനേഴ്സിനെ, റീഡിംഗ് ലിസ്ണിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ട്രെയിനേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നീതൂസിലെ ഇൻഡിവിജ്വൽ കറക്ഷൻസ്? ഇൻഡിവിജ്വൽ കറക്ഷൻസ് നല്ലതായിരുന്നു. മീൻസ് ഞാൻ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലിസണിങ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ ഓഫീസിൽ ചെന്നിട്ട് ബുക്ക് എടുക്കുക, ചെയ്യുക, വീട്ടിൽ പോരുക, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റിനും എങ്ങനെ ആൻസർ കിട്ടി, അത് എവിടെ നിന്ന് കിട്ടി, അതുപോലെ അങ്ങനെ എല്ലാം ഫുള്ള് എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതുപോലെ ഓരോ ക്വസ്റ്റിനെ എങ്ങനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ പാർട്ട് ബിയിലാണെങ്കിൽ തന്നെ വന്ദനമാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പാർട്ട് ബിയിൽ ഗൈഡ് ലൈൻ ആണെങ്കിൽ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് നോക്കുന്നത്. ഫസ്റ്റ് ലൈൻ ആയിരിക്കും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അങ്ങനെയാണ് സ്കോർ കൂടാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ ഫുള്ള് ഞാൻ പാർട്ട് ബിയും സിയും കറക്കി കുത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. മീൻസ് എ പാർട്ട് മാത്രമാണ് ഇങ്ങനെ ടൈം വെച്ച് ചെയ്ത് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഇവിടെ 10 മിനിറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ 7 മിനിറ്റ് വെച്ചാണ് ചെയ്യിപ്പിച്ചോണ്ടിരുന്നത്. അതുപോലെ സിനോണിംസ് ഒക്കെ എന്നെ വീട്ടിൽ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഹസ്ബൻഡ് ആ ഫീൽഡ് അല്ലെങ്കിൽ പോലും പുള്ളി ബുക്ക് എടുത്തിട്ട് പഠിപ്പിച്ചിട്ട് 50 പ്രാവശ്യമൊക്കെ എനിക്ക് സ്ലേറ്റിൽ എഴുതി പഠിക്കാൻ എംബോസിഷനൊക്കെ തന്നിട്ട് അങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്ന ആളാണ്. കൊള്ളാം. അങ്ങനെ റീഡിങ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 290 ആയിരുന്നു. അതിൽ നിന്നാണ് ബിയിലോട്ട് എത്തിയത്. എത്രയാണ് റീഡിങ്ങിന്റെ സ്കോർ? 360 ആണ്. അപ്പൊ 290 to 360യുടെ ഒരു ജേർണിയാണ് മിനുവിന്റെ കേസിൽ. യെസ് അമല. അപ്പം അമല,
എന്താണ് നമ്മുടെ ഒരു OET-യുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്ന ആളുകളോടുള്ള OET ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? ആസ് എ ഫ്രഷർ അല്ലേ, പെട്ടെന്ന് പഠിച്ചിറങ്ങി OET ക്രാക്ക് ചെയ്ത് വിന്നറായിട്ട് എന്താ പറയാനുള്ളവരോട്? നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മളെ ഇന്ററാക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ഇതിരുന്ന്. ഇവിടെ നിന്ന് സ്പീക്കിങ്ങും റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്കറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്കോർ കിട്ടുള്ളൂ. ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ OET അത്ര പാടുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും തന്നെ പാസ്സാവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ആരും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരത്തില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ബേസ് നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാരും ഇത് പറയുമ്പോൾ വിചാരിക്കും നമ്മൾ ജയിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ എനിക്കറിയാം, ഇപ്പൊ ഞാനൊക്കെ ഒത്തിരി ഡിപ്രഷൻ അടിച്ചിരുന്ന സമയമുണ്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ വിളിച്ച് പറയുമായിരുന്നു, ഇതെനിക്ക് കിട്ടുമോ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു എനിക്ക് കിട്ടും. അപ്പൊ അവരൊക്കെ എന്നോട് പറയുന്നു നിനക്ക് കിട്ടും, നീ നീതൂസിലല്ലേ പഠിക്കുന്നേ. അപ്പൊ തന്നെ അതപ്പോ ഞാൻ വിചാരിക്കും ഇപ്പൊ പാസ്സായില്ലെങ്കിൽ അവർ പറയും നീതൂസി പഠിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ. ആ ഒരു ടോക്കും കൂടെ അങ്ങനത്തെ ഒരു ഇതും കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്തു. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ പ്രാർത്ഥന, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ദൈവം ഒരിക്കലും അത് കാണാതിരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? യെസ് ടിനു, എന്താ പറയാനുള്ള OET ആസ്പിറൻസിനോട്? നല്ലൊരു അക്കാദമി തിരഞ്ഞെടുക്കുക. ഇവിടെയാണെങ്കിൽ ഞാൻ കണ്ടേക്കുന്നത് എല്ലാ മൊഡ്യൂളും അത് കഴിയുമ്പോൾ തന്നെ എക്സ്പ്ലനേഷൻ. ഇപ്പൊ ലിസണിങ് ആണെങ്കിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതെങ്ങനെ കിട്ടി വീണ്ടും ആ ഓഡിയോ ഒന്നുകൂടെ കേൾപ്പിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ B പാട്ടാണെങ്കിൽ C പാട്ടാണെങ്കിൽ എല്ലാം. അപ്പൊ കുറച്ച് സമയം എടുത്ത് ഇപ്പം ചില ദിവസമൊക്കെ 6 മണി വരെ ഇരുന്നിട്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും എസ്പെഷ്യലി പ്രിയ മേഡം ഒക്കെ 6 മണി വരെ ഇരുന്നിട്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മേഡം അത് മനസ്സിലാവുന്നോളം അത്രയും പ്രാവശ്യം അത് പിന്നെ കേൾപ്പിക്കുമായിരുന്നു. പിന്നെ മെറ്റീരിയൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. കുറച്ച് ടഫാണ്, കുറച്ച് കട്ടിയാണ്. പക്ഷെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ നമുക്കത് ഒരു നല്ല കോൺഫിഡൻസ് വന്നു. പിന്നെ റൈറ്റിംഗ് ആണെങ്കിലും ടീച്ചേഴ്സ് നല്ല കറക്ഷൻ ആയിരുന്നു. എല്ലാ ദിവസവും റൈറ്റിംഗ് ചെയ്ത ശേഷം അവർ തന്നെ കറക്ഷൻ തന്ന് പിറ്റേ ദിവസം തിരിച്ച് വീണ്ടും റീറൈറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പിന്നെയും പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ സ്പീക്കിങ് നമ്മൾ സ്പീക്ക് ചെയ്ത ശേഷം അതിന്റെ കറക്ഷൻ പറഞ്ഞു തരുന്നു, എങ്ങനെ അതിനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നു. അങ്ങനെ എല്ലാ മൊഡ്യൂളും വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം എനിക്കൊരു ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ അവരുടെ മോട്ടിവേഷനും അവരുടെ ഒരു ഹെൽപ്പും കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ വീട്ടിൽ പോയ ശേഷം, ഹോസ്റ്റലിൽ പോയ ശേഷം ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ ചോദിച്ചാൽ അപ്പൊ തന്നെ അവർ മറുപടി തരുമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ടും ലാസ്റ്റ് എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേ ഞാൻ കുറെ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം രാത്രിയിലേക്ക് ഇരുന്ന് മാഡത്തിന് മെസ്സേജ് അയക്കും, മാഡത്തിന് എന്തുകൊണ്ട് അങ്ങനെ വന്നത്, അപ്പൊ അവരപ്പൊ തന്നെ ആൻസർ തന്ന് അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ടീച്ചേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും 30th നവംബറിൽ എക്സാം എഴുതിയവരാണ് അല്ലേ? അപ്പോൾ ആ ഒരു ലാസ്റ്റ് വീക്കിൽ അതൊരു എക്സ്ട്രാ വന്ന ഒരു ഡേറ്റ് ആയിരുന്നു, നമ്മൾ ഇന്ത്യയിൽ മാത്രം കണ്ടക്ട് ചെയ്ത ഒരു ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വീക്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നോ? എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നോ? യെസ്മിനും ഞാൻ November 23rd ഡേറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മാം വന്നിട്ട് അതിന് തൊട്ട് മുമ്പ് ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരോടും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പുതിയൊരു ഡേറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ ആ ഡേറ്റ് സൈറ്റിലില്ല. സോ ആ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ സെന്റർ എടുക്കുമ്പോൾ അനീഷ് സാറിനോടും കൂടെ ചോദിച്ചിട്ട് സെന്റർ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ എക്സാമിന് എടുക്കുന്ന സമയത്ത് നമ്മുടെ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിങ്ങിന്റെ ഒക്കെ സ്കോർ എഴുതി മാം എല്ലാവരുടെയും ഒന്ന് മേടിച്ചായിരുന്നു. എന്നിട്ട് സ്കോർ നോക്കിയിട്ട് ഇപ്പൊ എക്സാം എഴുതാൻ പറ്റുന്നവര് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നവര് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അതപ്പോ മാം എന്നോട് പറഞ്ഞിരുന്നു എക്സാം എഴുതിക്കോ മിന്നുന് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ November 30 എടുത്തത്. അതുപോലെ അനീഷ് സാറ് പറഞ്ഞതുപോലെ ന്യൂമാൻസ് കോളേജ് തൊടുപുഴയിലുള്ള സെന്ററാണ് ഞാൻ എടുത്തത്. നല്ല കംഫർട്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് എബക്ക് അങ്കമാലിയാണ് എഴുതിയത്, അവിടെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അതുപോലെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് എക്സ്ട്രാ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ക്ലാസ് റൂമിൽ 13 പേര് ആകെ ഉണ്ടായിരുന്നു. കുറച്ച് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 5 പേരുണ്ടായിരുന്നു. ഞാൻ, ടിനു ചേച്ചി, ഡോണ, മെർലിൻ, ക്രിസ്റ്റീൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് അവിടെയാണ് എഴുതിയത്. നല്ല കംഫർട്ടായിരുന്നു. അതുപോലെ സ്പീക്കിങ്ങിനായാലും ആകെ 2 ഇന്റർലോക്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ സ്പീക്കിങ്ങിന്റെ ഞാൻ ഇതിനു മുമ്പ് എഴുതിയപ്പോൾ ടൈമൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് ആയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ സാറ് ചെന്നപ്പോൾ തന്നെ ടൈമർ എൻ്റെ നേരെ തിരിച്ചു വെച്ചു.
അതുപോലെ തന്നെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് കറക്റ്റ് സംസാരിക്കണം, 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തീർന്നു പോവാണെങ്കിൽ വീണ്ടും സമ്മറി പറയണം, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി റിച്ച മാമിന്റെ ഡെയിലി ഉള്ള സ്പീക്കിംഗ് ക്ലബ്ബ് കാണുന്നതും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. മീൻസ് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഈ സ്ട്രക്ചർ കൊടുക്കുന്നത്, ബാക്ക് ചാനലിങ് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് തന്നെ ഇവിടെ വന്നേ പിന്നെ. ഇതിനു മുമ്പ് ഈ 6 ടൈം എക്സാം എഴുതിയപ്പോഴും ഞാൻ സാധാ പോലെ നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുന്നു, അവർ പറയുന്നു, റീഅഷുറൻസ് കൊടുക്കുന്നു, ലാസ്റ്റ് ആ സമ്മറി പറയുന്നു, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് സ്പീക്കിങ്ങിന് B സ്കോർ കിട്ടിയത്. അതുപോലെ തന്നെ റൈറ്റിംഗ് ആയാലും മാമിൻ്റെ കറക്ഷൻ്റെ സമയത്തും മാം എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ അന്ന് കുറേ പേര് കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ മാമിനോട് പറഞ്ഞു മിനുവിൻ്റെ ലെറ്റർ നല്ലതാണ്, മിനു എക്സാം എഴുതിക്കോളാൻ. അങ്ങനെ മാം പറഞ്ഞ ഡേറ്റിനാണ് ഞാൻ എക്സാം എഴുതിയത്. ഓക്കെ, അപ്പം എക്സാമിന് വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലേ? യെസ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചൊരു അല്ലേ ആ ഒരു ടൈം എക്സാമിനോട് അടുത്തപ്പോൾ ഒരു സ്ട്രെസ്സൊക്കെ ഇല്ലായിരുന്നോ? ചെറിയൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എനിവേ ഇന്ന് അതെല്ലാം മറികടന്ന് ഇന്ന് വിന്നേഴ്സായിട്ട് ഇന്ന് സക്സസ് ടോക്സിൽ എന്നോടൊപ്പം ഇവിടെ ഇരിക്കുക. ഒരുപാട് സന്തോഷമാണ്. ഇനിയും ഒരുപാട് ആളുകളെ ഇതുപോലെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സാധിക്കും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ സക്സസ്സുകളും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആഘോഷിക്കാൻ കഴിയണം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണുമ്പം കുറേ ആളുകൾക്ക് അത് ട്രൈ ചെയ്യാനായിട്ട് തോന്നും അല്ലേ? നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സക്സസ് അത് നമ്മളിൽ മാത്രം ഒതുങ്ങും, അത് നമുക്കും നമ്മുടെ ഫാമിലിക്ക് മാത്രമാണ് യൂസ്ഫുൾ ആവുക അല്ലേ? പക്ഷെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്, ആളുകൾ അതിലോട്ട് ഒത്തിരി പേര് അട്രാക്റ്റഡ് ആയിട്ട് എനിക്കും പറ്റും, ചെയ്യാൻ പറ്റും എന്നൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, നിങ്ങൾ വീണ്ടും തിരിച്ചു വന്നു അല്ലേ? ക്ലാസ് കഴിഞ്ഞ് പോയി വിന്നേഴ്സ് ആയപ്പോൾ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ഈ ഒരു ഫാമിലിയിൽ വന്ന് നിങ്ങളെ ഒരുമിച്ച് ഇവിടെ കണ്ടു. ഒരുപാട് സന്തോഷം. സോ നിങ്ങളുടെ ഫ്യൂച്ചർ ജേർണിയിലും നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇപ്പോൾ കുറച്ച് പേര് അല്ല, ഇപ്പം മിനു പറഞ്ഞു കാനഡയാണ്, അയർലൻഡാണ്, UK ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിച്ചേർന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കയറി പോണ ബോർഡിംഗ് പാസിൻ്റെ ഫോട്ടോ എൻ്റെ വാട്സപ്പിൽ വരുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് അല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തട്ടെ അല്ലേ? ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തു. വീണ്ടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് പോസിബിൾ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ 5 പേരും. OETയുടെ ഓഫ്ലൈൻ വിന്നേഴ്സാണ്. ഓഫ്ലൈൻ മാത്രമല്ല, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും വിന്നർ ആവണം എന്ന് ഉറപ്പിച്ച നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ വിന്നർ ആയിരിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. സോ നീതൂസ് ഒപ്പം ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരും ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, കഴിയാത്തായിട്ടൊന്നുമില്ല. കാര്യം ഈ ഒരു സക്സസ് ടോക്സിൽ ഫസ്റ്റ് ടൈം എഴുതുന്ന ആളുകളുണ്ട് അല്ലേ? ഫസ്റ്റ് ടൈം എഴുതി ക്രാക്ക് ചെയ്തവരുണ്ട്, 2 വട്ടം എഴുതി ക്രാക്ക് ചെയ്തവരുണ്ട്, 7 വട്ടം എഴുതി ക്രാക്ക് ചെയ്യും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്തത്. അപ്പം വീണ്ടും നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വീണ്ടും സക്സസ് ടോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.